ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഒരു ദിവസം എന്തൊക്കെ കുക്ക് ചെയ്യുന്നുള്ളൊരു വീഡിയോ ആണ്. ഇന്നെന്തായാലും ഞാൻ അടുക്കളയിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞാനൊരു ഈവനിങ് ആയപ്പോഴാണ് കേട്ടോ കയറുന്നത്. അപ്പോൾ ഓക്കെ, ഇന്ന് കുക്ക് ചെയ്യാൻ പോണത് വേറെ ഒന്നുമല്ല. അനിയത്തി സ്കൂൾ വിട്ടുവന്നപ്പോൾ എന്തായാലും ഒക്കെ കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ സ്നാക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള സാധനമാണ് പഴം പൊരിച്ചത് കേട്ടോ. അപ്പോൾ എങ്ങനെ പൊരിക്കണം എന്നുള്ളത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. വേറെ ഒരു പരിപാടിയില്ല, പഞ്ചസാര പോലും യൂസ് ചെയ്യാണ്ടാണ് പൊരിക്കാൻ പോണത്. അതും അടിപൊളി ടേസ്റ്റിൽ കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് കാണിക്കാം, നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഈ സാധനം കഴിക്കലൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പം എനിക്കും ഭയങ്കര ഫേവറേറ്റ് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിതാ ഒരു 3 പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ജസ്റ്റ് കട്ട് ചെയ്തിട്ട് കാണിക്കാം. അങ്ങനെ പഴയത് ഞാൻ നല്ലോണം കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടോ. ഇതിലേറെ കട്ടി കുറച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. എനിക്കെന്തായാലും ഇങ്ങനെയൊക്കെ കഴിയുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ ആ ഓയിലൊക്കെ ഒഴിച്ചിട്ട് നമ്മളിതാ ചട്ടി നല്ലോണം ചൂടായി വന്ന ടൈമിൽ പഴം വെച്ച് കൊടുക്കാം കേട്ടോ. ഫുൾ ഒറ്റടിക്ക് പൊരിക്കാൻ കഴിയില്ല, അതുകൊണ്ട് 2 പ്രാവശ്യമായിട്ടാണ് നമ്മൾ പൊരിക്കുന്നത്. ആ ഒരു ടൈം കൊണ്ട് എന്തായാലും നമുക്ക് വൃത്തിക്കേടാക്കി വെച്ച് കൊടുത്തൊക്കെ ഒന്ന് വൃത്തിയാക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇമ്മ എന്തായാലും എന്നെ തച്ച് കൊല്ലും. ഈ ഇടയ്ക്ക് കുറച്ച് വെള്ളമൊക്കെ കുടിക്കാട്ടോ ഗൈസ്. അപ്പോൾ അതായത് അങ്ങനെ പൊരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ ഗൈസ്. അത്യാവശ്യം നല്ലോണം മുരിയാണ്. ഇത് കരിഞ്ഞതല്ല കേട്ടോ ഗൈസ്, ആരും തെറ്റിദ്ധരിക്കേണ്ട, അത് മുരിഞ്ഞതാണ് ഗൈസ്. ഇങ്ങനെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ. കഴിച്ചോൽക്ക് ഇതിൻ്റെ ഒരു ടേസ്റ്റ് അറിയാൻ പറ്റും. അങ്ങനെ എന്തായാലും നമുക്ക് കഴിച്ചു നോക്കാം. ആദ്യം നല്ലോണം മുരിയാത്തത് കഴിച്ചു നോക്കാം. അത് ഓക്കെയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പഞ്ചസാര പോലും വേണ്ട കേട്ടോ ഗൈസ്, ജസ്റ്റ് ഓയിൽ പറഞ്ഞിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. പിന്നെ ഇതേ മുരിഞ്ഞതും കഴിച്ചു, അതും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഗൈസ്. ഒന്നും പറയാനില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക, കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അടുത്തത് നോക്കാം. ഹലോ ഗൈസ്, അപ്പം നമുക്ക് ഔൽ മിൽക്ക് ഉണ്ടാക്കാം. ഞാൻ നെക്സ്റ്റ് ഉണ്ടാക്കാൻ പോണ ഐറ്റമാണ് ഔൽ മിൽക്ക് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് പാല് ഐറ്റംസ് ഒക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഇത് പൊരിച്ച അവലിൻ്റെ പാക്ക് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും പിന്നെ ഇത് നല്ല പൊഴുത്ത മൈസൂർ പായം ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. മൈസൂർ പായം ഉണ്ടായപ്പോഴാണ് നമുക്ക് ഓർമ്മ വന്നത് ഔൽ മിൽക്ക് ഉണ്ടാക്കുന്നത്. കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ഞങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ വീണ്ടും ഒന്ന് ട്രൈ ചെയ്യാൻ വിചാരിച്ചു. വേറെ പണിയൊന്നുമില്ല, മൈസൂർ പായം കുറച്ച് പഞ്ചസാരയും പിന്നെ അതേ പാലും ഇതാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ കറക്കി എടുക്കുക. അമൂലിൻ്റെ കുറച്ച് ഐസ്ക്രീം മേടിക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ അമൂലിൻ്റെ കിട്ടിയില്ല, വേറെ ഏതാണ് കിട്ടിയത്. അങ്ങനെ അതേ അടിച്ചു വെച്ച മിക്സ് നമുക്ക് എന്തായാലും ഗ്ലാസ്ക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് ഒരുവിധം വീട്ടിലൊക്കെ തയ്യാറാക്കുന്ന ഒരു സിമ്പിൾ ഔൽ മിൽക്ക് കേക്കാരം. എന്തായാലും നമുക്കിതൊന്ന് ഉണ്ടാക്കണ കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേ അടിച്ചു വെച്ച മിക്സ് നമ്മൾ ഗ്ലാസ്സിൽ ഒഴിച്ചു. അതിന് ശേഷം നമ്മൾ കുറച്ച് അവലിട്ട് കൊടുത്തു കേട്ടോ ഗൈസ്. ആ വലിയ ഗ്ലാസ് ഉണ്ടല്ലോ, അതിൻ്റെ അനിയത്തി കണ്ടു. ഓളെ തന്നെ സെലക്ട് ചെയ്താണ് കേട്ടോ ഗൈസ് അത്. അപ്പോൾ ഓളെ ക്ലാസ്സിലുള്ള ആരെങ്കിലും കാണാണെന്നുണ്ടെങ്കിൽ ഓളെ കളിയാക്കിക്കൊണ്ടിട്ട് ഗൈസ്, അതിന് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അങ്ങനെ ദേ തട്ടിക്കൂട്ട ഔൽ മിൽക്കൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അനിയനെ കൊണ്ടുപോയി എടുത്ത് നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത് നോക്കാം. അങ്ങനെ ദേ ഓനക്ക് ഞാൻ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. ഓനക്ക് പിന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ എപ്പോഴെങ്കിലും അടുക്കളയിൽ കയറുള്ളൂ, നിൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം. കയറി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കലുള്ളൂ. ഉണ്ടാക്കണ എല്ലാതൊന്നും അടിപൊളി ആവലൊന്നുമില്ല, ഏതെങ്കിലുമൊക്കെ ഒന്നേ റെഡി ആവലുള്ളൂ ചിലപ്പം. പക്ഷെ ഇന്ന് ഉണ്ടാക്കിയത് രണ്ടും അടിപൊളിയായിരുന്നു കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വലിയ പൈസ ചിലവില്ലാത്ത ചെറിയൊരു വിധത്തിലുള്ള ഔൽ മിൽക്കാണ്. എന്തായാലും ഞങ്ങൾ പണ്ടൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. എൻ്റെ അമ്മ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി തരലുണ്ടായിരുന്നു. ഞാൻ വലുതായ പിന്നെ ഞാൻ തന്നെയാണ് ഉണ്ടാക്കൽ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ ഗൈസ്. ഓക്കെ, ബൈ.